ഹലോ, അസ്സാം വലൈക്കും. ഇന്നത്തെ എൻ്റെ ഹെന്ന ബുക്കിംഗ് വന്നത് അങ്ങ് യു കെന്നായിരുന്നു കേട്ടോ. ആൾ യു കെയിലാണ്, നേഴ്സാണ്. ബ്രൈഡൽ ബുക്കിങ്ങിന് വേണ്ടിയിട്ടാണ്, ആളെ ഫ്രണ്ടിന് വേണ്ടിയിട്ടാണെന്നൊക്കെ ചോദിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനങ്ങ് ഞെട്ടിപ്പോയിട്ടോ. കാരണം ഇൻ്റർനാഷണൽ ലെവലൊക്കെ ആയോ, ഇനി പാസ്പോർട്ടൊക്കെ എടുക്കണോ എന്നൊക്കെ ആലോചിക്കുമ്പോഴാണ് ആൾ പറയുന്നത്. ആൾ കൊച്ചിയിലാണ്, മാരേജ് കാര്യങ്ങളൊക്കെ അങ്ങനെ ബുക്ക് ചെയ്തു കേട്ടോ. ആളെ ബുക്കിംഗ് വെറൈറ്റി ആയിരുന്നു. കാരണം ആൾ യു കെയിലായതുകൊണ്ട് ഡിസൈൻ ചൂസിങ് ഒക്കെ വെറൈറ്റി ആയിരുന്നു കേട്ടോ. ഒരു AI ഡിസൈൻ, പിന്നെ അതിലും കസ്റ്റമൈസേഷൻ, അങ്ങനെ ഒരു വെറൈറ്റി ആയിരുന്നു കേട്ടോ. ഞാൻ ഇതുവരെ കേരളത്തിൽ ആരും ബ്രൈഡലിന് ഈ ടൈപ്പ് ഡിസൈൻ ഇട്ടിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ മലപ്പുറം ടു കൊച്ചി പോകുകയാണ്. സോ വീട്ടിൽ നിന്ന് തലേന്ന് തന്നെ ഇറങ്ങി, ഫാമിലി ആയിട്ടാണ് ഇറങ്ങിയത്. സോ ഇത് കഴിഞ്ഞിട്ടും എനിക്ക് 2 വർക്ക് ഉള്ളതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടിയാണ് പോയത്. അങ്ങനെ ഇവിടുന്ന് ഞങ്ങൾ ബുള്ളറ്റിൽ പരപ്പനങ്ങാടി വരെ പോയി. പിന്നെ അവിടുന്ന് ട്രെയിനായിരുന്നു കേട്ടോ. അങ്ങനെ എറണാകുളം, പിന്നെ അവിടുന്ന് ക്ലയൻറ്റിൻ്റെ ലൊക്കേഷൻ്റെ അടുത്ത് ഇത് കഴിഞ്ഞിട്ടുള്ള വർക്കിൻ്റെ ക്ലയൻറ്റ് ഒരു റൂം ബുക്ക് ചെയ്തിരുന്നു. സോ അങ്ങോട്ടാണ് പോണത്. ബസ്സിലാണ് കേട്ടോ പോയത്. അങ്ങനെ ഇതാണ് റൂം. മാഷാ അല്ലാ, കൊടുത്ത ബഡ്ജറ്റിന് നല്ല റൂമായിരുന്നു. മാഷാ അല്ലാ, നല്ല സൗകര്യം കാര്യങ്ങളും, ഒരു ചെറിയ ബാൽക്കണി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിറ്റേന്ന് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് പിറ്റേന്ന് ഞങ്ങൾ വർക്കിന് ഇറങ്ങി. ഊബർ ബുക്ക് ചെയ്തിട്ടാണ് ഇറങ്ങിയത് കേട്ടോ. ഇറങ്ങി, ബട്ട് ക്ലയൻറ്റ് ലൊക്കേഷനിൽ എത്താൻ പറ്റിയില്ല. കാരണം കൊച്ചിങ്ങൊക്കെ അറിയാലോ, ഫുൾ എനിക്ക് കൺഫ്യൂസ് ആയിരുന്നു. അങ്ങനെ പിന്നെ ഒരു സ്ഥലത്തിൽ ഇറങ്ങി അവിടെ വെയിറ്റ് ചെയ്ത് ആൾ വന്ന് പിക്ക് ചെയ്ത് കൊണ്ടുപോയിട്ടോ. ബട്ട് ആദ്യമായിട്ട് കാണാമെന്നുള്ള ഒരു ഫീൽ തന്നെ ഉണ്ടായിരുന്നില്ല. ആളെ പേര് അശ്വിനി ആയിരുന്നു. നല്ല വൈബായിരുന്നു. ബട്ട് അതൊക്കെ വീഡിയോസ് കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിരുന്നില്ല. കാരണം ആ സമയത്ത് എൻ്റെ കയ്യിൽ ഫോണില്ല. സോ പോണ വരെയുള്ള വീഡിയോസ് ഇക്കാലം ഫോണിലും, അത് കഴിഞ്ഞിട്ട് വർക്കിൻ്റെ വീഡിയോസൊക്കെ ആളെ ഫോണിലാണ് കേട്ടോ എടുത്തത്. അങ്ങനെ വർക്ക് ഇതാണ് ആൾ തന്നെ ആ AI പിക്ക്. പിന്നെ ഇതിലുള്ള ഹെഡ് കണ്ടോ, പീക്കോക്കിൻ്റെ ഹെഡ്, അത് മറ്റേ ഡിസൈനിലൊക്കെ വന്ന് കുറച്ച് ലെങ്ത്തൊക്കെ കൂട്ടി അങ്ങനെ കസ്റ്റമൈസ് ചെയ്തിട്ടായിരുന്നു ചോദിച്ചത്. അങ്ങനെ ഞാൻ അടിപൊളിയായി ചെയ്ത് കൊടുത്തു കേട്ടോ. അവൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അങ്ങനെ പിന്നെ പറഞ്ഞ ബഡ്ജറ്റിന് കൂടുതൽ ക്യാഷ് തന്നു കേട്ടോ. ഇത് നിങ്ങളെ എഫേർട്ടിനാണ്, ഇനിയും വേണോ എന്നാ ചോദിക്കണ്ടായേ. മാഷാ അല്ലാ, അവൾക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. അതേപോലെ കുറേ ചോക്ലേറ്റ്സും സ്വീറ്റ്സും ഒക്കെ പാർസൽ ചെയ്ത് ഗിഫ്റ്റായി തന്നു കേട്ടോ. അങ്ങനെ പിന്നെ അവരെന്നെ എന്നെ റൂമിൽ കൊണ്ടാക്കുക ചെയ്തേ. അങ്ങനെ പിന്നെ ഞങ്ങൾ പിറ്റേന്ന് കുറച്ചൊക്കെ കൊച്ചി എക്സ്പ്ലോർ ചെയ്തു, ബാക്കിയുള്ള വർക്കൊക്കെ തീർത്തു. അങ്ങനെ തിരിച്ചു വന്നു. ഇനി എൻ്റെ അടുത്ത വർക്കിൻ്റെ വിശേഷങ്ങളായിട്ട് ഞാൻ വീണ്ടും വരാം. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.